നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹൃദയാഘാതം വന്നാലുള്ള അടിയന്തര ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ രാഗേഷ് നമുക്കൊപ്പമുണ്ട്. ഡോക്ടർ നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഹൃദയാഘാതം ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എന്തെല്ലാം സൂചനകൾ കണ്ടാലാണ് ഉടൻ ചികിത്സ തേടേണ്ടത്? ഹൃദയാഘാതം എന്നുള്ളത് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും തന്നെ വളരെ അധികം മോർട്ടാലിറ്റി, അതായത് മരണസാധ്യതയുള്ള ഒരു അസുഖമാണ്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി നെഞ്ചുവേദന തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൃദയാഘാതത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ചുള്ള നെഞ്ചുവേദന എല്ലായ്പ്പോഴും ഉണ്ടായിക്കണം എന്ന് ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ മേൽത്താടിയെല്ലിന്റെ താഴെ നമ്മളുടെ അംബ്ലിക്കസിന്റെ മേലെ ഈ റീജിയനിൽ എവിടെ വേണമെങ്കിലും ഹൃദയാഘാതം മൂലമുള്ള പെയിൻ ഉണ്ടാകാവുന്നതാണ്. അതിലെ ഏറ്റവും ക്ലാസിക്കലായിട്ട് പറയുന്നത് നെഞ്ചിലെ വേദന ലെഫ്റ്റ് ഹാൻഡിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് ആമിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന പെയിൻ എന്നുള്ളതാണ് ടിപ്പിക്കൽ എക്സ്പ്ലനേഷൻ. എങ്കിലും അത് തന്നെ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ഇല്ല. പിന്നെ വേദന അല്ലാതെ ചില രോഗികൾ, ഇപ്പം പ്രായമുള്ള രോഗികൾ, പിന്നെ ഡയബറ്റിക് പേഷ്യൻ്റ്, അങ്ങനെയുള്ളവർക്ക് വേദന ഉണ്ടാവണമെന്നില്ല. പകരം ശ്വാസം മുട്ടലായിട്ട്, പെട്ടെന്നുള്ള ശ്വാസം മുട്ടലായിട്ടും ഹൃദ്രോഗം പ്രസന്റ് ചെയ്യുക. അതുകൂടാതെ തലചുറ്റി വീഴുക അല്ലെങ്കിൽ വോമിറ്റിംഗ് എന്നുള്ള രീതിയിലൊക്കെ പ്രസന്റ് ചെയ്യാം. യെസ്, ഹൃദയാഘാതവും അടിയന്തര ചികിത്സയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ കെ രാഗേഷ് ആണ് നമുക്കൊപ്പമുള്ളത്. യെസ്, ഹൃദയാഘാതവും അടിയന്തര ചികിത്സയും എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ കെ രാഗേഷ് തുടരുന്നുണ്ട്. ഡോക്ടർ, നേരത്തെ നമ്മൾ ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ചായിരുന്നു സംസാരിച്ചത്. ഡോക്ടർക്ക് തുടരാം. ലക്ഷണങ്ങളുടെ മെയിൻ പറഞ്ഞത് നെഞ്ചുവേദനയാണ്. മെയിൻ പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും നെഞ്ചുവേദന നമ്മുടെ ഹൃദയാഘാതത്തിന്റെ തീവ്രതയുമായിട്ട് നേരിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും രോഗികൾ ചെറിയൊരു ഗ്യാസ് ട്രബിൾ പോലെയോ അല്ലെങ്കിൽ ഒരു എരിച്ചിൽ പോലെയോ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും അവോയ്ഡ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വേറൊരു പ്രസന്റേഷൻ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ സഡൻ കാർഡിയാക് ഡെത്ത്, അതായത് കുഴഞ്ഞു വീണ് മരണം സംഭവിക്കുന്ന ഒരു പ്രസന്റേഷനും ഹൃദയാഘാതത്തിനും ഉണ്ട്. അതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രസന്റേഷൻ. അപ്പം നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ, ചിലപ്പോൾ ബോധക്കേടായി വരാം, മരണം തന്നെ പെട്ടെന്ന് സംഭവിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഛർദി, അല്ലെങ്കിൽ പ്രായമുള്ളവർക്ക് ചെറിയൊരു ക്ഷീണം പോലെയും ഹൃദയാഘാതം പ്രസന്റ് ചെയ്യാറുണ്ട്. ഡോക്ടർ, പൊതുവെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഹൃദയാഘാതം വന്നാൽ ഉടൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചികിത്സ തേടേണ്ടതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്നത്? അതെ, ഹൃദയാഘാതം ആണ് എന്ന് നമുക്ക് ഏകദേശം ഒരു ബോധ്യം ഉണ്ടായാൽ ഉടനെ തന്നെ സമയം കളയാതെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പ് തേടി നമ്മളുടെ വർക്ക് കുറച്ച്, അതായത് ഓടിപ്പോവുകയോ അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ അത് ഉടനെ നിർത്തി റെസ്റ്റ് ചെയ്ത് മറ്റുള്ളവരുടെ ഹെൽപ്പ് തേടി ഉടനെ തന്നെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ അടിയന്തര ചികിത്സാ മാർഗങ്ങളെ കുറിച്ച് കൂടി ഒന്ന് സൂചിപ്പിക്കാമോ? നമ്മളിപ്പോൾ അടിയന്തര ചികിത്സാ രീതികളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, ഹൃദയാഘാതത്തിന്റെ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത്, ഹൃദ്രോഗമാണെന്നുള്ളത് ഒരു ഡൗട്ട് തോന്നിയാൽ ആദ്യം തന്നെ ECG എന്ന ടെസ്റ്റ് എടുക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് തരം തീവ്രതയിലുള്ള ഹൃദയാഘാതമാണ് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. അതിൽ 3 ടൈപ്പ് ഉണ്ട്. അതായത് ST എലിവേഷൻ MI എന്ന് പറയും. അതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള അവസ്ഥ. അതായത് ഹൃദയത്തിന്റെ രക്തക്കുഴൽ 100% അടഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. അതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളത്. അതിന് അടിയന്തരമായിട്ട് ഇപ്പോൾ നിലവിലുള്ള രീതിയിലുള്ള ചികിത്സാ രീതി നോക്കിയാൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രോഗിയാണെങ്കിൽ, പ്രത്യേകിച്ച് കിഡ്നിയുടെ അസുഖമോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത, പിന്നെ ശ്വാസമുട്ടലോ അധികമായിട്ടുള്ളാത്ത രോഗിയാണെങ്കിൽ ഉടനെ തന്നെ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന ചികിത്സാ രീതിയിലേക്ക് നമ്മൾ എടുക്കുന്നതാണ്. പക്ഷെ ഇനിയിപ്പോൾ പേഷ്യന്റിന് അത്ര ഗുരുതരമല്ലാത്ത ഒരു ഹൃദയാഘാതമാണ് ECG മുഖേന നമുക്ക് കാണുന്നതെങ്കിൽ അതിന് നമ്മൾ എത്രയും പെട്ടെന്ന് പേഷ്യന്റിനെ സ്റ്റെബിലൈസ് ചെയ്യുക, അതായത് പെയിൻ ഉണ്ടെങ്കിൽ പെയിൻ കുറയ്ക്കുന്ന മെഡിസിൻ ആയിട്ടുള്ളത് കൊടുക്കുക. എസ്പെഷ്യലി നമ്മൾ ഈ രക്തം അലിയിക്കുന്ന മെഡിസിൻസ് ഉണ്ട്, ആന്റിപ്ലേറ്റ്ലെറ്റ്സ്, ഹെപ്പാരിൻ, അങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കൊടുക്കുന്നു. അതിനുശേഷം പെയിൻ റിലീഫ് ആയിട്ടുള്ള നൈട്രേറ്റ്സ് പോലുള്ള മെഡിസിൻസും സ്റ്റാർട്ട് ചെയ്യും. ബീറ്റ ബ്ലോക്കേഴ്സ്, നൈട്രേറ്റ്സ്, ഇങ്ങനെയുള്ള മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് പേഷ്യന്റിനെ സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം
ബിഫോർ ഡിസ്ചാർജ്, അതായത് 72 മണിക്കൂറിനുള്ളിൽ ആൻജിയോഗ്രാം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷെ അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഈ പേഷ്യൻറ്റിൻ്റെ ജനറൽ ആയിട്ടുള്ള ക്രിയാറ്റിനിൻ, അതായത് റീനൽ ഫംഗ്ഷൻ നോർമൽ ആണോ, അതായത് കിഡ്നി ഫംഗ്ഷൻ നോർമൽ ആണോ, ലിവറിന്റെ ഫംഗ്ഷൻ നോർമൽ ആണോ, അല്ല രക്തക്കുറവ് കൊണ്ടാണോ ഈ ഹൃദ്രോഗം വന്നത്, നമുക്ക് അത് ഇവാലുവേറ്റ് ചെയ്യാനുള്ള സമയം അതിനുണ്ട്. പക്ഷേ ഗുരുതരമായിട്ടുള്ള ST എലിവേഷൻ MI, അതായത് മേജർ ആയിട്ടുള്ള അറ്റാക്ക് ആണെങ്കിൽ ഉടനെ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പേഷ്യന്റിനെ ഡയഗ്നോസ് ചെയ്തതിനു ശേഷം ഉടനെ തന്നെ കാത്ത് ലാബിലേക്ക് മാറ്റി ആൻജിയോഗ്രാം, അതായത് ഒരു എന്താ പറയുക, ഒരു കീ ഹോൾ സർജറിയാണ് ആൻജിയോഗ്രാം, ഓപ്പൺ സർജറി അല്ല. കാലിലെയോ കൈയിലെയോ മെയിൻ രക്തക്കുഴൽ വഴി ഒരു കത്തീറ്റർ കടത്തി നമ്മൾ ഈ ബ്ലോക്കായ രക്തക്കുഴലിനെ ഒരു വയർ ചെയ്തിട്ട് ആ ബ്ലോക്കായ ഭാഗത്ത് കൂടെ ഒരു ബലൂൺ കടത്തിവിട്ട് അത് ഡയലേറ്റ് ചെയ്ത് ആ ബ്ലോക്കായ ഭാഗത്തുള്ള രക്തക്കട്ട അവിടെ നിന്ന് തെന്നി മാറ്റിക്കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ ഇത് എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കാതലായിട്ടുള്ള പോയിന്റ്. കാരണം ഓരോ മിനിറ്റും ഹൃദയപേശികൾ നശിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ബാക്കി പത്രമായിട്ട്, ഹൃദയാഘാതത്തിന്റെ ബാക്കി പത്രമായിട്ട് വരിക. ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് നമ്മളുടെ ഹൃദയപേശികൾ നശിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ പമ്പിങ് കപ്പാസിറ്റി, ഹൃദയം നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ മേജർ ആയിട്ടുള്ള ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഒരു ഓർഗനാണ്. അതിന്റെ പമ്പിങ് കപ്പാസിറ്റി കുറയുകയും തുടർന്ന് പെർമനന്റ് ആയിട്ടുള്ള ഒരു ഡിസബിലിറ്റി ഇൻ ദ ഫോം, ഡിസബിലിറ്റി എന്താണ്, ശ്വാസം മുട്ടൽ, ജോലി ചെയ്യുമ്പോൾ തന്നെ ശ്വാസം മുട്ടൽ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നതാണ് ഇതിന്റെ ഒരു ബാക്കി പത്രം. അത് തടയുക എന്നുള്ളതാണ് എമർജൻസി ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ലക്ഷ്യം. ശരി ഡോക്ടർ, ഇപ്പോൾ നമുക്കൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ, എനിക്ക് 2-3 ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ളതാണ്. മൂക്കിന് 2 കയ്യിനൊന്ന്, അങ്ങനെ ഹെർണിയയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ ഒക്കെ നമ്മള് ECG എടുക്കാറുണ്ട്. ECG എടുക്കുമ്പോൾ നമുക്ക് അതിൽ വേരിയേഷൻ കാണാറുണ്ട്. ഇപ്പോഴും ഉണ്ടാവും അത്. അപ്പൊ ഞാൻ കാർഡിയോളജി കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അത് സ്വാഭാവികമായിട്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട്, പേടിക്കാനുള്ളതൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ശ്വാസം എടുക്കാനായിട്ട് ലേശം ബുദ്ധിമുട്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ടുണ്ട്. എനിക്ക് നാടൻ പനിയാണ്, കൂലിപ്പണിയാണ്. ഇപ്പൊ ഞാൻ എന്റെ കാലൊടിഞ്ഞ് പ്ലാസ്റ്റർ ഒക്കെ ഇരിക്കുകയാണ് ഒരു 2 ആഴ്ചയായിട്ടേ. അപ്പൊ ഞാൻ അങ്ങനെ എടുക്കുമ്പോ ഒക്കെ എനിക്ക് ശ്വാസം എടുക്കാൻ വലിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. കാലിന് പ്ലാസ്റ്റർ ഇട്ട് ഇരിക്കുകയാണ്. കാലിന് പ്ലാസ്റ്റർ ഇട്ട്. അപ്പൊ ഞാന് MRI സ്കാനൊക്കെ ചെയ്യാൻ പോയി. ഹലോ, ഇപ്പൊ ഈ ശ്വാസം മുട്ടല് വന്നത് ഈ റെസ്റ്റ് ചെയ്യുന്ന സമയത്താണോ അല്ല ആദ്യമേ ഉള്ളതാണോ? ആദ്യം ചില സമയത്ത് ഉണ്ടാവും, കൂടുതൽ കടുമായിട്ടുള്ള പണികൾ ചെയ്യുമ്പോൾ ചിലപ്പോ വരാറുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഉണ്ട്. അതായത് താങ്കൾ ഇപ്പോൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് താങ്കൾക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടൽ വന്നു എന്നുള്ളതാണ്. വരുന്നുണ്ട് സാറിന്റെ പേരിന്റെ പ്രത്യേകിച്ച് കാലിന് നമ്മള് ഒരു ഓക്കെ, അതായത് കാലിന് ശരി, മനസ്സിലായി. ഓക്കെ, അപ്പം ഈ ECGയില് പല നോർമൽ വേരിയേഷൻസും ഉണ്ട്. നോർമൽ വേരിയേഷൻ എന്ന് വെച്ചാല് പല രോഗ അവസ്ഥേന്റെ ECG പോലെ നമുക്ക് തോന്നുമെങ്കിലും പലതും നോർമൽ വേരിയേഷൻ ആയിട്ട് കാണാറുണ്ട്. അങ്ങനെ ഉള്ള ഒരു രീതി ഉള്ളത് കൊണ്ടായിരിക്കാം താങ്കളുടെ ഡോക്ടർ, കാർഡിയോളജിസ്റ്റ് അത് കുഴപ്പമില്ല, മെഡിക്കലി വിടാം എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ശ്വാസം മുട്ടൽ ഈ ഗ്രാജുവലി, അതായത് പതുക്കെ കൂടിക്കൂടി വരുന്ന ഒരവസ്ഥ താങ്കൾക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്തായാലും ഹൃദയത്തിന്റെ പമ്പിങ്ങിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കേണ്ടതാണ്. അതിനെന്തെങ്കിലും കുറവ് കാണുകയാണെങ്കിൽ തുടർന്ന് അതിന്റെ ചികിത്സാ രീതിയിലേക്ക് പോകേണ്ടതാണ്. അങ്ങനെ നിങ്ങളുടെ സിംറ്റം, അതായത് നിങ്ങളുടെ ലക്ഷണം ശ്വാസം മുട്ടൽ എന്നുള്ളത് ഗ്രാജുവലി കൂടി വരുന്നു എന്നുള്ളത് ഉറപ്പാണെങ്കിൽ എന്തായാലും രണ്ടാമത് ഒന്ന് അടുത്തുള്ള കാർഡിയോളജിസ്റ്റിനെ കണ്ടിട്ട് ഒരു എക്കോ ടെസ്റ്റെങ്കിലും ചെയ്യേണ്ടതാണ്. ശരി, പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ നേരത്തെ ആൻജിയോപ്ലാസ്റ്റിയെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. എപ്പോഴും ഈ ആൻജിയോപ്ലാസ്റ്റി തന്നെയാണോ പ്രധാന പരിഹാര മാർഗം? അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ അറ്റാക്ക് ആയിട്ട് വരുമ്പോൾ നമ്മളുടെ ജനങ്ങൾക്ക് ഇപ്പോൾ വെൽ അവെയർ ആണ്, അത് നമ്മുടെ നാട്ടുകാർക്കെല്ലാം വെൽ അവെയർ ആണ്, ആൻജിയോപ്ലാസ്റ്റിയാണ് ഹൃദ്രോഗത്തിന്റെ ചികിത്സ എന്നുള്ളത് വെൽ അവെയർ ആണ്. പക്ഷെ അപ്പോഴും പല കാര്യങ്ങളും കൂടി നോക്കിയിട്ട് മാത്രമേ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാറുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേജർ ആയിട്ടുള്ള അറ്റാക്ക്, അതായത് 100% രക്തക്കുഴൽ അടഞ്ഞിട്ടുള്ള ST എലിവേഷൻ MI ആണെങ്കിൽ ഇതൊന്നും നോക്കാനുള്ള സമയം നമ്മൾ നോക്കില്ല. നേരെ തന്നെ ആൻജിയോഗ്രാം ചെയ്തിട്ട് ബ്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ
അധികം സീരിയസ് അല്ലാത്ത രീതിയിലുള്ള ECG ഫൈൻഡിങ്സ്, അതായത് ECGയിൽ വലിയ സീരിയസ് അല്ലാത്ത ഹൃദ്രോഗം അല്ലെങ്കിൽ ഹൃദയാഘാതമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈമുണ്ട്, ഒരു 48 മണിക്കൂർ എന്തായാലും ടൈമുണ്ട്. ആ സമയത്തിനുള്ളിൽ വേറെ വല്ല കാരണവും കൊണ്ടാണോ ഹൃദ്രോഗം വന്നത്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹീമോഗ്ലോബിൻ 15 ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് ബ്ലീഡിങ് കാരണം 5ഓ 6ഓ ആയി കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഹൃദയാഘാതം ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ കിഡ്നിയുടെ അസുഖം, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കിഡ്നിയുടെ ഫങ്ഷൻ കുറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ ഹൃദ്രോഗം എങ്കിൽ നമുക്ക് ആ സമയത്ത് റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ നോക്കണം. കാരണം ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഈ ഡൈ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു മഷി പോലത്തെ ഒരു സാധനമാണ്. അതിലൊക്കെ രക്തക്കുഴലിൽ ഇഞ്ചെക്ട് ചെയ്തിട്ട് അതിന്റെ ബ്ലോക്ക് കാണുന്ന രീതിയാണ് ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും. ഈ ഡൈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് കളയേണ്ടത് കിഡ്നി വഴിയാണ്. അപ്പൊ കിഡ്നിയുടെ അസുഖമുള്ള ഒരാളാണെങ്കിൽ ഈ ഡൈ അവർക്ക് പെട്ടെന്ന് തന്നെ കിഡ്നിയുടെ പ്രവർത്തനത്തിനെ ബാധിക്കുന്ന രീതിയിലേക്ക് പോവാം. അതിനാണ് നമ്മൾ കോൺട്രാസ്റ്റ് ഇൻഡ്യൂസ്ഡ് നെഫ്രോപ്പതി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സാധ്യതയൊക്കെ ഉള്ള ആളാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കും. മൾട്ടിപ്പിൾ കോമോർബിഡിറ്റീസ്, അതായത് ഹൃദയ പ്രഷർ, ഷുഗർ, കിഡ്നിയുടെ അസുഖം, പ്രായത്തിന്റെ ആധിക്യം, അതുപോലെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഉള്ള ഒരു രോഗിയാണ്. ഇപ്പൊ നിലവിൽ നെഞ്ചുവേന കുറഞ്ഞ് നമ്മളെ മെഡിക്കൽ ട്രീറ്റ്മെന്റ്, അതായത് മരുന്ന് ചികിത്സ കൊണ്ട് നെഞ്ചുവേന കുറഞ്ഞു വരുന്ന ഒരാളും ആണെങ്കിൽ ആ സമയത്ത് നമുക്ക് റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ, അതായത് ചികിത്സിച്ചാൽ ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി ചെയ്താൽ ഉണ്ടാവുന്ന റിസ്ക്കും പക്ഷെ അതിന്റെ ബെനിഫിറ്റും രണ്ടും കൂടി നോക്കിയിട്ട് ഏതാണ് കൂടുതലെങ്കിൽ അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് നമ്മൾ രീതിയിലേക്ക് പോവുക. അപ്പോൾ 2-3 രീതിയിലുള്ള ട്രീറ്റ്മെന്റ് വരിക. അതായത് മരുന്നുകൾ മാത്രം കൊടുക്കുക, എന്നിട്ട് പെയിനും ഹൃദ്രോഗത്തിന്റെ തീവ്രതയും കുറച്ച് കൊണ്ടുവരിക. തുടർന്ന് വേദനയൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ പേഷ്യന്റിനെ മെല്ലെ പതുക്കനെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് വരിക എന്നുള്ളതാണ്. പിന്നെ പക്ഷെ അതുകൊണ്ട് അവിടെ തീർന്നില്ല. ഏതെങ്കിലും സമയത്ത് കിഡ്നിയുടെ ഫംഗ്ഷനോ അല്ലെങ്കിൽ ഈ രക്തക്കുറവിന്റെ കാര്യമോ കറക്റ്റ് ചെയ്തതിന് ശേഷം എന്തായാലും ആ രോഗി ഇന്നല്ലെങ്കിൽ നാളെ ഒരു ആൻജിയോഗ്രാം ചെയ്ത് ഹൃദ്രോഗത്തിന്റെ തീവ്രത മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ചികിത്സയിലേക്ക് തുടരേണ്ടതാണ്. എമർജൻസി ആയിട്ട് ആ സിറ്റുവേഷനിൽ ചെയ്യേണ്ടി വരില്ല. അപ്പം പല കാരണങ്ങളും പല പാരാമീറ്റേഴ്സും കൂടി നോക്കിയിട്ടാണ് ശരിക്ക് ആൻജിയോഗ്രാം സജസ്റ്റ് ചെയ്യേണ്ടത് അങ്ങനത്തെ സിറ്റുവേഷനിൽ, അതായത് മേജർ അല്ലാത്ത ഹൃദ്രോഗം, ഹൃദയാഘാതം ഉണ്ടായാൽ. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ബ്ലോക്കുകൾക്കുള്ള ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? ഇപ്പോൾ ഒന്നിലധികം ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ഒരേ സമയം ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതുണ്ടോ? അതെ, അതൊരു വെരി കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മളിപ്പോൾ ഹൃദയത്തിന് മെയിൻ ആയിട്ട് 3 രക്തക്കുഴൽ എന്നാണ് പറയുന്നത്. ചിലർക്ക് 4 ഉണ്ടാവാം. ലെഫ്റ്റ് സൈഡിൽ 2 മേജർ രക്തക്കുഴലും റൈറ്റ് സൈഡിൽ 1. ചിലർക്ക് അത് ലെഫ്റ്റ് സൈഡിൽ 3 എണ്ണവും റൈറ്റ് സൈഡിൽ 1 ആയിട്ട് വരാം. അപ്പോൾ ഈ മേജർ രക്തക്കുഴലുകൾ അടഞ്ഞിട്ടുള്ള അസുഖമാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അവരെ അത് ECG മുഖാന്തരമാണ് മനസ്സിലാവുന്നത്. നമുക്ക് ഒരു ധാരണ കിട്ടും. ECG കണ്ടു കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും ഏത് രക്തക്കുഴലാണ് അടഞ്ഞത്. അത് കണ്ടിട്ട് നമ്മൾ ആൻജിയോഗ്രാമിന് എടുക്കുകയും, ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ ഒരു മേജർ രക്തക്കുഴൽ അടഞ്ഞു കിടക്കുന്നു, റൈറ്റ് സൈഡിലെ ഒരു രക്തക്കുഴലിൽ 90 അല്ലെങ്കിൽ 80% ബ്ലോക്ക് ഉണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഉള്ള ECGയുടെ ഫൈൻഡിങ്ങും ഈ എക്കോ ടെസ്റ്റ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. എക്കോന്റെ ഫൈൻഡിങ്ങും ECGയുടെ ഫൈൻഡിങ്ങും വെച്ച് ഇപ്പോൾ അദ്ദേഹത്തിന് അറ്റാക്ക് വരാൻ കാരണമായിട്ടുള്ള രക്തക്കുഴൽ എഴുതുന്ന നമുക്ക് സ്പെസിഫിക്കലി പറയാൻ പറ്റും. അപ്പോൾ ആ രക്തക്കുഴൽ മാത്രമാണ് ആ സമയത്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അത് ഓപ്പൺ ചെയ്തതോടെ തന്നെ വേദനയുള്ള രോഗിക്ക് ഓൺ ടേബിൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ വേദന കുറഞ്ഞ് രോഗി ബെറ്റർ ആവുന്നത് നമുക്ക് ഓൺ ടേബിൾ മനസ്സിലാവും. ഓൺ ടേബിൾ മീൻസ് തിയേറ്ററിൽ കിടക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവാറുണ്ട് പലപ്പോഴും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എമർജൻസി തന്നെ റൈറ്റ് സൈഡിലെ രക്തക്കുഴൽ ചെയ്യണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചോദിച്ചത്. അതിന് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പേഷ്യന്റ് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ അവിടെ നിർത്തും. എന്നിട്ട് ഈ ഒരു അറ്റാക്കിന്റെ ഭാഗമായിട്ട് വന്ന ആ നീർക്കെട്ടും അറ്റാക്ക് ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ഹൃദയത്തിന്റെ സ്ഥലത്തിൽ നീർക്കെട്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറാനുള്ള ഒരു ടൈം കൊടുത്തിട്ട് ബിഫോർ ഡിസ്ചാർജ് വേണമെങ്കിൽ നമുക്ക് മറ്റത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും ഉത്തമം. പക്ഷേ നമ്മൾ ഈ റൈറ്റ് സൈഡിലെ രക്തക്കുഴലിൽ 90% ഉള്ള ബ്ലോക്ക് അവിടെ വെച്ച് ലെഫ്റ്റ് സൈഡ് തുറന്നു കഴിഞ്ഞിട്ടും പേഷ്യന്റിന് നെഞ്ചുവേന കുറയുന്നില്ല, ശ്വാസം മുട്ടൽ കുറയുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലെയും തുറന്നു കൊടുക്കേണ്ടി വരുന്നതാണ്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഓരോ രക്തക്കുഴൽ തുറക്കുമ്പോഴും അഡീഷണലി നമ്മൾ കൂടുതലായിട്ട് ഡൈ ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് ഇത് തുറക്കാനുള്ള ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്, ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ റിസ്ക്കും കൂടിയും റേഡിയേഷന്റെ അളവും എല്ലാം നോക്കി ടൈം ഓഫ് സർജറിയും
അതായത് റേഡിയേഷൻ്റെ അളവ്, ടൈം ഓഫ് സർജറി, ഉപയോഗിച്ച ഡൈയിൻ്റെ അവസ്ഥ, പേഷ്യൻറ്റിൻ്റെ സിംറ്റം ഇംപ്രൂവ്മെൻറ്റ്, ഈ 4-5 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഓൺ ടേബിൾ അതേ സിറ്റിങ്ങിൽ തന്നെ മറ്റേ രക്തക്കുഴലും ഓപ്പൺ ചെയ്ത് കൊടുക്കണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാറ്. ശരി ഡോക്ടർ, ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് രാജനാണ്. രാജൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ രാജൻ, വെൽക്കം. കേൾക്കുന്നുണ്ട്. ഞാനൊരു 40 ദിവസമായി പിന്നെ പരിഹാരത്തിന് തന്നെ AICD വെച്ചതാണ്. AICD അത് നമ്മള് ഡോക്ടർ രാമകൃഷ്ണ ഡോക്ടറായിരുന്നു. ഇപ്പോ പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്കൊരു ബ്ലോക്കെല്ലാം ഉണ്ട്, പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം എനിക്ക് കാർഡിയക് അറസ്റ്റ് വന്ന ശേഷം വെച്ചതാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഈ കൈ ഇങ്ങനെ താത്തി വെച്ചിരിക്കലുള്ള എന്തോ എന്റെ ആ കൈ അനക്കാതെ ഇങ്ങനെ വെച്ചെടുക്കലുള്ള. അതായത് ആ കൈ അനക്കരുതെന്ന് അധികം പറഞ്ഞിട്ടുണ്ട് എന്നാണോ? അതെ. അപ്പൊ നമുക്ക് ആ ഭാഗത്ത് കിടക്കില്ല. എന്നാലും ചെറിയൊരു എക്സസൈസ് വേണമെന്ന് പറഞ്ഞു. പക്ഷെ അത് ശരിക്കും മനസ്സിലായില്ല എന്താണ് എക്സസൈസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു രൂപം. അതായത് കൈ അനക്കാൻ പറ്റാത്തതുകൊണ്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റുമോ എന്നാണോ ചോദ്യം? അല്ല, എനിക്ക് ഫിസിയോതെറാപ്പി അല്ല, എന്റെ കൈ തന്നെ എനിക്ക് തന്നെ എന്തെങ്കിലും പിന്നെ ചെറുങ്ങനെ എക്സസൈസുകൾ ചെയ്യാൻ പറ്റുമോ? ഓക്കെ. എത്രത്തോളം ജോലി ചെയ്യാം അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാം എന്നാണ് അറിയേണ്ടത് അല്ലേ? അതെ. അതിന് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് AICD വെച്ചു എന്നുള്ളത് മാത്രമല്ല, താങ്കളുടെ ഹൃദയത്തിന്റെ പമ്പിങ്ങിന്റെ ഒരു ശതമാന കണക്കുണ്ട്, ഇജക്ഷൻ ഫ്രാക്ഷൻ എന്ന് പറയും. എക്കോ ടെസ്റ്റിൽ അത് എഴുതിയിട്ടുണ്ടാകും. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞതായിട്ട് അറിയാമോ? പമ്പിങ് കുറവുള്ള വളരെ കുറവാണ്, പിന്നെ അടിപ്പ് കുറവാ. ഓക്കെ. പമ്പിങ് കുറവുള്ള രോഗികൾ എക്സസൈസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കാനുണ്ട്. കൂടുതലായിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ പാടില്ല. നമ്മളുടെ ജനറൽ ലൈഫിൽ ശ്വാസം മുട്ടൽ ഇപ്പം സാധാരണഗതിയിൽ വീട്ടിൻ്റെ ഉള്ളിൽ നടക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ബാത്റൂമിൽ പോയി വരുമ്പോഴോ ശ്വാസം മുട്ടലോ അല്ലെങ്കിൽ കുളിച്ച് തലതോർത്തി വരുമ്പോഴത്തേക്ക് ശ്വാസം മുട്ടൽ ഉണ്ടാകുന്ന ഒരാളാണോ താങ്കൾ? അങ്ങനെയൊന്നുമില്ല സർ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയെങ്കിൽ താങ്കൾ ജോലി എന്താണ്? ജോലി ഇപ്പം ഒന്നും ചെയ്യുന്നില്ല, വിശ്രമമാണ്. സാധാരണ ലൈഫിലെ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് അപ്പൊ ചെയ്യാൻ പറ്റുന്നതാണ്. കഠിനാധ്വാനം അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് സിവിയർ വർക്ക് അവോയ്ഡ് ചെയ്യണം. അതായത് ഇപ്പം എന്താ പറയാ, നമ്മൾ ഈ ഇപ്പൊ താഴെയുള്ള ഒരു 25-50 കിലോ ഉള്ള ഒരു സാധനം എടുത്ത് തലയിലേക്ക് വെച്ചു കൊടുക്കുക, അങ്ങനത്തെ ഇല്ലേ? അതായത് താഴെ നിന്ന് പൊക്കി മേലോട്ട് ഭാരം എടുക്കുന്ന ജോലികൾ എന്തായാലും അവോയ്ഡ് ചെയ്യണം. അത് നമ്മുടെ ഹൃദയത്തിനെ വളരെയധികം ബാധിക്കും, പ്രത്യേകിച്ച് ഈ പമ്പിങ് കുറഞ്ഞുള്ള രോഗി. അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സാധാരണ ജീവിതത്തിന് ഒരു വലിയ കുഴപ്പം ഉണ്ടാവാറില്ല. മരുന്നുകൾ കൃത്യമായിട്ട് തുടരുകയും ഫോളോ അപ്പ് ചെയ്യുകയും വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ലത്. ഓക്കെ. പിന്നെ ICDന്റെ ഫോളോ അപ്പ് ചെയ്യണം, വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യണം. നമ്മൾ കഴിഞ്ഞ മാസം ഇതിന്റെ ചെക്കപ്പിന് പോയതാണ്. ഇനി 3 മാസം കഴിഞ്ഞിട്ട് പോകാനാ പറഞ്ഞത്. ഓക്കെ. ഈ ICD വെച്ചതിന് ശേഷം എപ്പോഴെങ്കിലും ഷോക്ക് കിട്ടിയതായിട്ട് അറിയാവോ? നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? ഇതുവരെ അങ്ങനത്തെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ. ICD എന്നത് നമ്മളുടെ ഈ നിങ്ങൾ പറഞ്ഞ പോലെ പെട്ടെന്ന് ഹൃദയസ്തംഭനം വന്ന് ഒരു അപകടം സംഭവിക്കുന്നതിൽ നിന്നും രക്ഷിക്കുന്ന ഒരു ഉപകരണമാണ്. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. കൃത്യമായി മരുന്നുകൾ തുടരുക. ശരി, പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഹൃദയാഘാതം വന്നാലുള്ള അടിയന്തര ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിച്ചത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ K രാഗേഷാണ് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത്. നന്ദി ഡോക്ടർ.